കൊല്ലം മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പുകൊടുത്ത് മന്ത്രി CP ജോൺ തെരച്ചിലിൽ 10 മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തും. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും ഷിജിന്റെ കുടുംബവുമായും നടത്തിയ ചർച്ചയിലാണ് മന്ത്രിയുടെ ഉറപ്പ്. 10 പേരെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് തരുമ്പോൾ അവരെ കൂടി ഈ തെരച്ചിലിൽ നിങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിലും മറ്റേത് തെരച്ചിൽക്കാരെക്കാളും മിടുക്കന്മാരെന്ന നിലയിലും അവരെ താൽക്കാലികമായി കളക്ടറേറ്റിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റും. അല്ലാതെ അവരെ കേവലമായിട്ട് അന്വേഷിക്കാൻ മാത്രം വിടുകയല്ല. അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ നിലനിൽക്കുന്നതുകൊണ്ട് എന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും ഒരു നൂലാമലയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഷിജിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കോസ്റ്റൽ സ്റ്റേഷന് മുന്നിൽ പെരുമഴയത്ത് ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കം പ്രതിഷേധിച്ചതോടെയാണ് ചർച്ചയ്ക്ക് വഴി തുറന്നത്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും നിരീക്ഷണവും തെരച്ചിലും തുടരുകയാണെന്നുമായിരുന്നു ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ പ്രതികരണം. സെർച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലത്തും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീമും അതുപോലെ ഡ്രോൺ സെർച്ചും ഒക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ സെർച്ച് ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളത് തന്നെയാണ്. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനുരു, ഒടുവിൽ മന്ത്രി CP ജോണാണ് എത്തി ചർച്ച നടത്തി. കുടുംബത്തിന്റെ പ്രശ്നമൊക്കെ ഏത് രീതിയിലാണ് മന്ത്രി കേട്ടത്? നമ്മൾ കണ്ടതാണ് ആ കുടുംബത്തിനെ, കുട്ടികളെ അടക്കം മഴയത്ത് തെരുവിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷേധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു. ഫിഷറീസ് മന്ത്രിയാണ് വലിയ തരത്തിലുള്ള മൗനം പാലിച്ചു. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അവിടെയാണ് മന്ത്രി CP ജോണിന്റെ ഒരു ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ്. അതിലാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ അനുനയത്തിലേക്ക് നീങ്ങിയത്. അദ്ദേഹവുമായിട്ടുള്ള ചർച്ച ഏത് രീതിയിലായിരുന്നു? ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കുടുംബം കടക്കുമോ? അവർ അതിൽ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തൃപ്തരാണോ? എന്താണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം? സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഷിജിൻ്റെ കുടുംബം ഈ പറയുന്ന ഷിജിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ തെരച്ചിൽ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ തെരച്ചിൽ അത്രത്തോളം സുഖകരമല്ല, അല്ലെങ്കിൽ അതിൽ ഉഴപ്പുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഞ്ചുതെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളം ഉപരോധം നീണ്ടുനിന്നു. അപ്പോഴും സർക്കാരോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയോ ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും വസ്തുത. ഈ മഴയത്ത് ഷിജിൻ്റെ മക്കളടക്കം 4.5 വയസ്സുകാരനും 1.5 വയസ്സുകാരനുമായ ആൺകുട്ടികളടക്കമുള്ളവർ ഈ പെരുമഴയത്ത് നനഞ്ഞ് കൊണ്ടായിരുന്നു സമരം. തുടർന്നാണ് ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെ ചർച്ചയ്ക്ക് നിയോഗിക്കുകയും തുടർന്ന് 5 മണിയോടുകൂടി ഇന്ന് അഞ്ചുതെങ്ങ് പള്ളിയിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങളുമായിട്ടും പിന്നെ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായിട്ടും ഒക്കെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഈ ചർച്ചയിലാണ് ഷിജിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കാനും നാളെ മുതൽ ഈ രാവിലെ 5:30 തുടങ്ങുന്ന തെരച്ചിലിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം കൂടെ ഉറപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന തെരച്ചിൽ അത്രത്തോളം അവരുടെ തൃപ്തിക്കനുസരിച്ച് തെരച്ചിൽ നടത്താനാണ് പറയുന്നത്. കാരണം ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് ചുമ്മാ ഹെലികോപ്റ്റർ പറക്കുന്നു, ഡ്രോൺ പോകുന്നു എന്നുള്ളതല്ലാതെ ഷിജിൻ്റെ മൃതദേഹം ഈ മുതലപ്പുഴയിലെ പാറക്കെട്ടുകൾക്കിടയിൽ, പുലിമുട്ടുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. അവിടെ നിന്നാണ് എടുക്കേണ്ടത്. കാരണം 8 ദിവസമായിരിക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസമാകുമ്പോൾ തന്നെ വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുന്ന മൃതദേഹം കരയ്ക്ക് അടിയേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 8 ദിവസമായി കരയ്ക്ക് അടിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ അത് പുലിമുട്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. കൂടാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മുതലപ്പുഴയിലെ ഈ വിഷയങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കുന്നതിന് വ്യക്തമാണ് ഷിജിന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കണ്ടെത്തുക, ഷിജിൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയുക എന്നുള്ളതാണ്. അതിലാണ് കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്.